അങ്ങനെ ഇന്നത്തെ മഴത്തോരും മുൻപേയുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഇന്നലെ കണ്ടതാണ് അലീനയുടെ നേർക്ക് സ്റ്റാൻലി ജോസഫ് കൈ നീട്ടിയിട്ട് ഹലോ അലീന എന്ന് പറയാണ്. അപ്പം ഇന്ന് ആ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സീനോടെയാണ്. അപ്പം ഈ ഒരു കൈ ഇങ്ങനെ നീട്ടുന്ന സമയത്ത് പുള്ളിക്കാരത്തി ആകെ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ആകെ വിഷമവും ടെൻഷനും. ഒപ്പം അന്ന് വന്ന ടൈമിൽ ഒരിക്കലും പുള്ളീൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യം റിവീൽ ചെയ്തിട്ടായിരുന്നില്ല അവളോടന്ന് സംസാരിച്ചത്. അപ്പം അതിൻ്റെ ഒരു പരിഭവമാവാം ഉള്ളിൽ. ഇതെല്ലാം കൂടി വെച്ചിട്ട് അവൾ കൈ കൊടുക്കണില്ല. അപ്പോഴത്തേക്കിന് പുള്ളിക്കാരൻ പയ്യെ ആ ഒരു കൈയും കൂടി മാറ്റിയിട്ട് പറയുകയാണ്, സോറി അലീന, അന്ന് ഞാൻ വന്നപ്പം എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി അതെനിക്ക് റിവീൽ ചെയ്യാനായിട്ട് പറ്റിയില്ല. അതെൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റായി പോയെന്ന് പുള്ളി വല്ലാതെ വിഷമത്തിൽ പറയുമ്പോഴത്തേക്കിന് അലീനയ്ക്ക് അത് കേൾക്കുമ്പം ആ ഒരു വിഷമം ഒന്നുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അപ്പം ബാലേന്ദ്രൻ പറയാണ്, ഞാനും കൂടി ചേർന്നിട്ടായിരുന്നു അങ്ങനൊരു പ്ലാൻ വർക്ക് ചെയ്തത്, അങ്ങനെ വേണമായിരുന്നു മോളെ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് അപ്പോഴത്തേക്കിന് ബാലചന്ദ്രൻ പറഞ്ഞു. അന്ത സാഹചര്യമായിരുന്നു അങ്ങനൊരു നാടകം നടക്കേണ്ടി വരുത്തിയത്. പക്ഷെ ഇത് കേട്ടപ്പോഴത്തേക്കിന് അലീനയ്ക്ക് ഒന്നും കൂടി ഉള്ളിൽ നിന്നൊരു സങ്കടം വരിക. അലീന ആരോടും ഒന്നും മിണ്ടാതെ പുറത്തേക്കും കൂടെ ഇറങ്ങി പോവാണ്. അപ്പോഴത്തേന് ബാലേന്ദ്രൻ മോളെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അലീന ഇങ്ങനെ കുണുങ്ങി ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് ശരിക്കും അവളെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാൻലി ജോസഫ്. സ്വന്തം മോളെ അങ്ങനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാണുന്നത് നമുക്ക് ആ കണ്ണിൽ കാണാൻ പറ്റും. അപ്പം സ്റ്റാൻലി ജോസഫ് ബാലേന്ദ്രനോട് ചോദിക്കുകയായിരുന്നു, അപ്പം അലീനയോട് നിങ്ങളൊന്നും പറഞ്ഞില്ലേ? അപ്പം ബാലേന്ദ്രൻ അതിന് മറുപടി പറയുകയാണ്, ഞാനെന്ത് പറയാൻ, നിങ്ങളല്ലേ ഒളിച്ചു കളിച്ചത്, അപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ പറയാണ്, നിങ്ങളല്ലേ ഒളിച്ചു കളിച്ചത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. തിരിച്ച് സ്റ്റാൻലി ജോസഫ് പറയാണ്, നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ അങ്ങനെ ചെയ്തത്. അപ്പം അതിനും മറുപടി ബാലേന്ദ്രൻ അപ്പം തന്നെ പറയാണ്, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ സ്റ്റാൻലി ജോസഫ് ചോദിക്കുകയാണ്, ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം പറയാണ്, ബാലേന്ദ്രൻ പറയുകയാണ്, സ്റ്റാൻലി ജോസഫ് എന്നുള്ള ഒരാളാണ് അവളുടെ അച്ഛൻ, അത് പറഞ്ഞു, അതവൾക്കറിയാമായിരുന്നു എന്നും ബാലേന്ദ്രൻ കൂട്ടിച്ചേർക്കുകയാണ്. ആ സ്റ്റാൻലി ജോസഫിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്നും പറഞ്ഞു. അത്രയേ ഉള്ളൂ, അതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് ബാലേന്ദ്രൻ സ്റ്റാൻലി ജോസഫിനോട് പറയുകയാണ്. ഞാനവിടെ വന്നതും അവളെ കണ്ടതും അതൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയണേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണോ പിണങ്ങി പോയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അന്നേരം ബാലേന്ദ്രൻ അതിനൊരു തമാശയായിട്ട് തന്നെ മറുപടി പറയണം, പിണങ്ങി ഇങ്ങോട്ട് പോവാൻ ടെൻഷൻ ആവേണ്ട, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ഞാനൊരു ക്ഷമാപണം നടത്തിയാൽ മതിയോ എന്നിങ്ങനെ പുള്ളി ചോദിക്കുകയാണ്. അപ്പം അന്നേരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒന്നല്ല കുറേ നടത്തി വരും, കുറേ നടത്തിയാലേ മതിയാവും എന്ന് പുള്ളി പറയുകയാണ്. എന്തൊക്കെയോ ഓർത്ത് ആകെ വിഷമിച്ച് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അലീന. അപ്പം അലീനയുടെ അടുത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ കടന്നു വരികയാണ്. അലീന വല്ലാതെ ദേഷ്യത്തോടെയാണ് ബാലേന്ദ്രനെ നോക്കുന്നത്. എന്നിട്ട് മോളെ അത് എന്നിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിന് അലീന കയറി പറയുകയാണ്, അച്ഛൻ എന്നോട് നുണ പറഞ്ഞില്ലേ? അപ്പം അലീന പറയാണ്, കള്ളം പറഞ്ഞില്ല, പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് സത്യം മറച്ചു വെച്ചു. മോളെ അത് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പോഴത്തേന് വീണ്ടും പരാതിയായിട്ട് നമ്മുടെ അലീന പറയുകയാണ്, പേര് പോലും എന്നോടൊന്നും പറഞ്ഞില്ല, എന്തോ ലാലിച്ചെന്ന് മറ്റുമാണ് എന്നോട് അന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ്, ഈ ലാലിച്ചെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ ഒരു വിളിപ്പേരാണ്. അപ്പം ഇതും കൂടി കേട്ടപ്പോഴത്തേന് അലീനയ്ക്ക് ഒന്നും കൂടി സങ്കടമായിട്ട് അലീന ഇങ്ങനെ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ പറ്റിച്ചത്? അപ്പം ബാലേന്ദ്രൻ പറയാണ്, മോളെ നീ 23 വയസ്സുള്ളൊരു സ്ത്രീയാണ്, ഞാനിവിടെ വന്ന് ഇയാളെ കാണുന്നിടം വരെ നീ ഇങ്ങനെ നിന്നെപ്പോലൊരു മോളുണ്ട് എന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു, നിന്നെ ഒരിക്കൽ പോലും അയാൾ കണ്ടിട്ടില്ല, എന്തിന് എന്നെ പോലും അയാൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കും? അയാളുടെ അടുത്ത് ഒരു ദിവസം പോയിട്ട് 23 വയസ്സുള്ളൊരു മകൾ നിങ്ങൾക്കുണ്ടെന്ന് പറയുമ്പോൾ അയാൾ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അയാൾക്ക് അറിയണ്ടേ, അന്വേഷിക്കണ്ടേ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അയാൾക്ക് വേണ്ടേ? ഇനി ഇതൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞാലും നിന്നെ സ്വന്തം മകളായിട്ട് അയാളുടെ വീട്ടിലേക്ക് സ്വീകരിക്കാനും അതിനുള്ള സാഹചര്യം വേണ്ടേ, അതിനുള്ള കാര്യങ്ങളെല്ലാം ശരിയാവണ്ടേ? അപ്പോഴത്തേക്കിന് അലീന ഭയങ്കര സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഒരച്ഛനെ തൻ്റെ മകളെ അംഗീകരിക്കാൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ തന്നെ നടത്തണം? അപ്പോഴത്തേന് ബാലേന്ദ്രൻ പറയാണ്, മോളെ ഇതൊരു സിനിമയല്ല, ഒരു മകളുണ്ടെന്നൊരാളോട് പറയുമ്പോഴത്തേക്കിന് അയാൾ ഓടി വന്ന് സ്വീകരിച്ച് ആ മകളെ കെട്ടിപ്പിടിക്കാൻ പാകത്തിന് ഇതൊരു സിനിമയല്ല.
ആ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, നോക്കേണ്ടതായിട്ടുണ്ട്. അയാളുടെ ഫാമിലി, കുട്ടികൾ, റിലേറ്റീവ്സ്, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അന്ന് സ്റ്റാൻലി ജോസഫ് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആ ഒരു സമയത്ത് ഞാൻ നിന്നെ പിടിച്ചു നിർത്തി, മോളെ ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പം പുള്ളിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാനൊരു മൈൻഡ് സെറ്റ് ആ ഒരു ടൈമിൽ ഇല്ലെങ്കിലോ? അയാൾ നിന്നെ നിഷേധിച്ചാൽ നിൻ്റെ മനസ്സ് വേദനിക്കത്തില്ലേ? അതെനിക്കും വിഷമം ഉണ്ടാക്കും എന്നിങ്ങനെ ബാലേന്ദ്രൻ കുറേ കാര്യങ്ങൾ അലീനനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന ചോദിക്കുകയാണ്, അപ്പം അയാൾ എന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേന് ബാലേന്ദ്രൻ പറയാണ്, മോളെ അത് ഇന്നലെയാണ് നിന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞത്. ഇന്നലെ പറഞ്ഞു, ഇന്ന് തന്നെ നമ്മൾ വന്നില്ലേ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കില്ലെന്നാണല്ലോ എന്ന് പുള്ളി അതിൻ്റെ ഒപ്പം ചേർക്കുകയാണ്. അപ്പം നമ്മുടെ അലീന ചോദിക്കുകയാണ്, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ എന്ന്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, പുള്ളിക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോഴത്തേനും നമ്മുടെ അലീന ഭയങ്കര ആകാംക്ഷയോടെ ചോദിക്കണം, ആരാ അത്, അദ്ദേഹത്തിന് എത്ര കുട്ടികളുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ബാലേന്ദ്രന് ഒരു എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്നിങ്ങനെ ഒരു വല്ലാത്ത ഭാവത്തിൽ പുള്ളി പറയുകയാണ്. അതിനെപ്പറ്റിയൊന്നും അറിയാൻ എനിക്ക് താല്പര്യവുമില്ല എന്ന് പുള്ളി പറയാണ്. കാരണം എത്രയായാലും പുള്ളിയുടെ ഭാര്യയുടെ കാമുകനാണല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടക്കേട് എന്നും സ്റ്റാൻലി ജോസഫിനോട് നമ്മുടെ ബാലചന്ദ്രനുണ്ട്. അപ്പം അതൊക്കെ ഇയാളുടെ ഓരോ പ്രവൃത്തിയിലും വാക്കിലും കുറച്ചും കൂടെ പ്രതിഫലിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിനക്കറിയണമെങ്കിൽ നീ തന്നെ വേണം ചോദിച്ച് മനസ്സിലാക്കാൻ എന്ന് ബാലേന്ദ്രൻ പറയണം. അപ്പോൾ അലീന തിരിച്ചു പറയാണ്, അതൊക്കെ ഞാൻ ആരോടാ ചോദിക്കുന്നത്? പുള്ളി ഇങ്ങനെ ഒരു മാതിരി ചിരിച്ചിരിച്ചിട്ട് പറയാണ്, നിൻ്റെ അപ്പനോട്. നീ കണ്ടില്ലേ അയാളെ? കണ്ടു, പക്ഷെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്നും പറഞ്ഞ് നമ്മുടെ അലീന ഇങ്ങനെ ചിണുങ്ങുകയാണ്. എൻ്റെ അച്ഛനാണ് എന്നെനിക്ക് മനസ്സിലായി, പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേന് ബാലേന്ദ്രൻ പറയുകയാണ്, എനിക്ക് അയാളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയാനായിട്ട് യാതൊരു തരത്തിലുള്ള താല്പര്യവും ഇല്ല. എനിക്കാണെങ്കിൽ അയാളെ ഇഷ്ടമല്ല. മോക്കറിയാമോ, ഞാൻ ശരിക്കും അയാളെ ഒരു ശത്രുവായിട്ട് കാണേണ്ട ആളാണ്. നിന്നെ മാത്രം ഓർത്താണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേന് അലീനയ്ക്ക് വീണ്ടും ആ ഒരു സങ്കടം വന്നിട്ട് പുള്ളിയോട് അങ്ങനൊന്നും ചോദിക്കേണ്ടായിരുന്നു എന്നൊരു കുറച്ചും കൂടെ കാര്യങ്ങളെപ്പറ്റി അവൾക്ക് മനസ്സിലായപ്പോഴത്തേക്കിനും അവളിങ്ങനെ സോറി അച്ഛാ എന്നിങ്ങനെ ചെന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ അവസ്ഥ മാത്രമേ ആലോചിച്ചുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ പറയാണ്, പോട്ടെ സാരമില്ല, അയാൾ നിന്നെ സംരക്ഷിച്ചോളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് മോളെ എന്ന് പറയാണ്. എന്നിട്ട് വീണ്ടും അലീനയോട് പറയുകയാണ്, നമ്മൾ അയാളുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കണ്ടേ. വിവാഹത്തിന് മുമ്പ് അന്യ സ്ത്രീയിലൊരു മോളുണ്ടെന്ന് ആരും അഭിമാനത്തോട് ഒരിക്കലും പറയില്ല. മോക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എങ്കിൽ വായോ എന്നും പറഞ്ഞിട്ട് അലീനനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ ബാലചന്ദ്രനുള്ളിലോട്ട്.